ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭരണി നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും ഭരണി നക്ഷത്രത്തിലുള്ള ആളുകൾ അറിയേണ്ടതായ ചില കാര്യങ്ങളും ചുരുക്കം ചില കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരുന്നാൽ, ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളാണോ ഏത് വ്യക്തിയാണോ, ചുരുക്കം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്ന അത് നമ്മൾ ഒരു ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആക്കാൻ സാധിക്കും. വെറുതെ നമ്മുടെ നാളിലെ സവിശേഷതകൾ അറിഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന നാൾ കൊള്ളില്ലാത്തത്, ഇന്ന നാളിലെ ഗുണങ്ങൾ അതറിഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭരണി നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് യമനാണ്. അപ്പൊ യമദേവന്റെ മന്ത്രം, പിതൃക്കളുടേതായ മന്ത്രം നമ്മൾ മകൻ നക്ഷത്രക്കാർ ജപിക്കുന്നത് പോലെ യമദേവന്റെ ആ മന്ത്രം നമ്മൾ എല്ലാ ദിവസവും ഉരുവിടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും. ശത്രുക്കളോട് നിഷ്കരണം പെരുമാറുന്നവരാവും. ശരീര സൗഖ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ മടിക്കില്ല. ഇവരുടെ ശരീര സുഖത്തിനും ശരീര സൗഖ്യത്തിനും വേണ്ടി ഇവർക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാനോ എന്തും ചെയ്യാനോ ഒന്നും മടിയുണ്ടാവില്ല. വില കൂടിയ അടയാഭരണങ്ങള്, രുചികരമായ ഭക്ഷണം, ഈ പെർഫ്യൂം പോലെയുള്ള സുഗന്ധ ലേപനങ്ങള്, ഇവയോടൊക്കെ ഇവർക്ക് ഭയങ്കര കൊതിയായിരിക്കും. ഭയങ്കര അടിപൊളി പോഷായിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവർക്ക്. എപ്പോഴും ഭയങ്കര അടയാഭരണങ്ങൾ വാങ്ങിക്കാനും ഭയങ്കരമായിട്ട് ഇവരൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പണം മുടക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഇതിനോട് ഭയങ്കര കൊതി ഉണ്ടാവും. ആരോഗ്യമുള്ള ശരീരം, സുഖജീവിതത്തിൽ താല്പര്യം, സ്വാർത്ഥത, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വാർത്ഥത, വികല ബുദ്ധി, ഇവരുടെ ബുദ്ധി ഉറച്ചതായിരിക്കുക, വികലതരമായ ബുദ്ധി, പരസ്ത്രീകളിൽ താല്പര്യം, മറ്റ് പുരുഷന്മാരാണെങ്കിൽ പരസ്ത്രീകളോട് താല്പര്യം, ക്രൂരത ഉണ്ടാവുക, ദാരിദ്ര്യം അനുഭവിക്കുക, നന്ദി കേട്, എന്ത് ചെയ്താലും ഇവർക്കൊരു താങ്ക്സ് ഉണ്ടാവില്ല, ഒരു കൃതജ്ഞത ഉണ്ടാവില്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. ഇവ പൊതു സ്വഭാവം ആണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക്. ഇവര് അപവാദങ്ങൾ എളുപ്പം പാത്രമാകും. മറ്റുള്ളവർ പറയുന്ന അപവാദങ്ങൾക്ക് എളുപ്പം പാത്രമാകുന്ന ആളുകളാണ് ഇവര്. ഇവരെ പറ്റി അപവാദങ്ങൾ പറയാൻ ശ്രമിക്കുന്നവർക്ക് എളുപ്പമാണ് ഇവരെ പറഞ്ഞു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭരണി നക്ഷത്രത്തില് ഒന്നാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ, ഒന്നാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ അനവധി കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടും. ഏത് ജോലിയും ചെയ്യാൻ മടിയുണ്ടാവില്ല, ഒരുപാട് ജോലിയിലൊക്കെ ഏർപ്പെടും. പ്രസാദഭരിതമായിരിക്കും ഇവരുടെ മുഖം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരിക്കും, എപ്പോഴും സന്തോഷം ഉളവാക്കുന്ന ഒരു പ്രകൃതി ആയിരിക്കും ഇവരുടേത്. ബുദ്ധിമാനായിരിക്കുക, ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായിരിക്കും ഇവരുടെ ശീലം. ഇനി രണ്ടാം പാദത്തിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക ഭരണി നക്ഷത്രത്തിൽ. അത് ഏത് പാദത്തിൽ ജനിച്ചെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കറക്റ്റ് ജനന സമയം നമുക്ക് വെച്ചിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ രണ്ടാം പാദത്തിലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. ഈ രണ്ടാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ അലസശീലം, അലസത ഉണ്ടാവാം. എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവളായിരിക്കാം. ദേഹപ്രകൃതി, അവരുടെ ദേഹപ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപം, എപ്പോഴും ദേഷ്യം വരും. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ദേഷ്യം വരും. ഭയങ്കര ചാടിക്കടിച്ച് ദേഷ്യപ്പെട്ടുള്ള ഒരു ചുണ്ടി ചേർന്ന ഒരു പ്രാകൃതമായിരിക്കും. ഉയർന്ന ബുദ്ധിയൊക്കെ ഉണ്ടാവും, പഠിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഉയർന്ന ബുദ്ധി ഉണ്ടാവും. മികവുറ്റ ഗുണങ്ങളൊക്കെ കാണാം ഇവർക്ക്. പക്ഷേ ചില കാര്യങ്ങൾ സ്വഭാവം ഇവരോട് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശാസ്ത്രജ്ഞാനം ഉണ്ടാവാം, ധാർമ്മികത ഉണ്ടാവാം. ഇതൊക്കെ രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാവാം. ഇനി മൂന്നാം പാദത്തിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ മെലിഞ്ഞു നീണ്ട ശരീരപ്രകൃതി ആയിരിക്കും, കുറച്ച് പൊക്കമുണ്ടായിട്ട്. അങ്ങനത്തെ വലിയ കണ്ണുകൾ ഉണ്ടാവാം. വിശാല ബുദ്ധി, ബുദ്ധിയൊക്കെ ഭയങ്കര വികസിച്ച ബുദ്ധിയായിരിക്കും. കോപശീലം ഇവരുടെ കൂടപ്പുറപ്പ്, എന്ത് പറഞ്ഞാലും മുൻചുണ്ടിയായിട്ടുള്ള കോപം ഉണ്ടാവും, അത് ഇവരുടെ കൂടപ്പിറപ്പാണ്. നാലാം പാദത്തിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ, നാലാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ നന്ദി കേട് കാട്ടുക എന്നുള്ളത് ഇവിടെ ഏറ്റവും വലിയ പ്രകൃതമാണ്. എന്താര് ചെയ്തു കൊടുത്താലും തിരിഞ്ഞു നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിന് പകരം നന്ദി കേട് കാട്ടും. പിന്നെ സാഹസികതയും ബുദ്ധിയും ക്രൂരതയും നിർബന്ധശീലവും. സാഹസികത ഉണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക, ക്രൂരത ഉണ്ടാവുക, നിർബന്ധ ബുദ്ധി ഉണ്ടാവുക. ഈ പാപകർമ്മങ്ങളോടും പാപികളോടും ഇവർക്ക് ഇഷ്ടം കൂടുക. പാപകർമ്മം ചെയ്യാൻ പാപികളോടൊക്കെ ഇവർക്ക് ഇഷ്ടം കൂടുക. അവരവരുടെ ജന്മനക്ഷത്രത്തിന്റെ 3, 5, 7 നാളുകൾ വരുന്ന ദിവസം, അതായത് ഭരണി നക്ഷത്രത്തിന്റെ അവരവരുടെ നാളിന്റെ ജന്മ നക്ഷത്രം ഭരണി നാളിന്റെ 3, 5, 7 നാളുകൾ വരുന്ന ദിവസം പൊതുവെ ഇവർക്ക് നല്ലതല്ല. അങ്ങനെയുള്ള ദിവസം ഒന്നും, നിങ്ങളിപ്പോൾ ഇന്ന് ഭരണി നക്ഷത്രമാണ്, അതിൻ്റെ 3-ാം ദിവസം, അതായത് 3-ാം ദിവസത്തെ ഭരണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ 3-ാം ദിവസം, പിന്നെ 5-ാം ദിവസം, പിന്നെ 7-ാം ദിവസം, അതൊന്ന് നോക്കിയേക്കാം. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നമുക്കതെന്താണ്, ആ ദിവസം പൊതുവെ നന്നായിരിക്കില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വർജിക്കാം. ഇവരുമായുള്ള പങ്കുവച്ച കച്ചവടം, അതായത് കൂട്ട് ബിസിനസ് നല്ലതല്ല. കാരണം ഇപ്പോൾ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ 3-ാമത്തെ നാളും 5-ാമത്തെ നാളും 7-ാമത്തെ നാളും വരുന്ന ആ നക്ഷത്രക്കാരുമായിട്ട് ബിസിനസ്, കൂട്ട് കച്ചവടമോ അല്ലെങ്കിൽ കൂട്ട് ബിസിനസ്സോ അങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ പലരും പല പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ആളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾ 5-ാമത്തെ നക്ഷത്രത്തിൽ വരുന്ന ആളാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ ബിസിനസ്
പൊളിഞ്ഞ് പാളീസായിപ്പോവും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിസ്സാര കാര്യമായിരിക്കാം, അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ നോക്കി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, അത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവച്ച് കച്ചവടവും മറ്റുള്ള കാര്യങ്ങളും ബിസിനസ്സും ക്രയവിക്രയവും ഒന്നും നല്ലതല്ല. പിന്നെ 3-ാം നാള് രോഹിണി, 5-ാം നാള് തിരുവാതിര, 7-ാം നാള് പൂയം. ഇതാണല്ലോ നമ്മളിപ്പോൾ ഭരണി നക്ഷത്രത്തിന്റെ 3-ാം നാളെന്ന് പറഞ്ഞാൽ രോഹിണിയാണ്, 5-ാം നാളെന്ന് പറഞ്ഞാൽ തിരുവാതിരയാണ്, 7-ാം നാളെന്ന് പറഞ്ഞാൽ പൂയമാണ്. ഇന്നേ ദിവസം ഭരണി നക്ഷത്രക്കാർക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഇനി എക്സാം ശുഭകർമ്മങ്ങൾക്ക് വർജിക്കണം. ഇപ്പൊ ഒരു പരീക്ഷ എഴുതാൻ പോവാണ്, ആ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന 3, 5, 7 ദിവസങ്ങളിൽ നിങ്ങൾ ഫീസ് അടയ്ക്കായിരിക്കും. അന്ന് ചെയ്തോ ആ പരീക്ഷ തോറ്റുപോകും. അപ്പം അങ്ങനെ ചെയ്യാം. വിവാഹ പൊരുത്ത ചിന്തയിലും ഈ 3, 5, 7 നാളുകാർ വരുന്ന പുരുഷനെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം 3-ാം നാൾ വരുന്ന പുരുഷനാണ് എങ്കിൽ ദീർഘപ്പൊരുത്തം ഇല്ല, അവിടെ സ്ത്രീക്ക് ദീർഘപ്പൊരുത്തം ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് വർജിക്കുന്നതാണ് നല്ലത്. ദീർഘപ്പൊരുത്തം ഇല്ല എന്ന് വെച്ച് ബാക്കി പൊരുത്തങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് 7-ാം നാൾ വന്നുകാരനെ നമ്മൾ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ അത് നമുക്ക് ജീവിതത്തിൽ പരാജയമായിരിക്കാം. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പുരുഷൻ ഭരണിയാണെങ്കിൽ അവരുടെ 3, 5, 7 നാളിൽ വരുന്ന സ്ത്രീകൾ ഐശ്വര്യവതികളായിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സ്ത്രീയാണ് ഭരണി നക്ഷത്രമെങ്കിൽ തൻ്റെ 3, 5, 7 നാളുകളിൽ വരുന്ന പുരുഷനെ വിവാഹം കഴിക്കാൻ എടുക്കാൻ പാടില്ല. അതേസമയം പുരുഷനാണ് ഭരണി നക്ഷത്രം, സ്ത്രീ വേറെ നക്ഷത്രത്തിലാണെങ്കിൽ തൻ്റെ 3, 5, 7 നാടുകളിൽ വരുന്ന സ്ത്രീകളെ എടുക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമില്ല. ഇപ്പൊ പുരുഷൻ ഭരണിയാണെങ്കിൽ തൻ്റെ 3-ാം നാളെന്ന് പറയുമ്പോൾ വരുന്ന നാളിൽ ഏതായിരിക്കും? 3-ാം നാള് രോഹിണിയാണ്. അപ്പൊ രോഹിണി തൊട്ട് എണ്ണുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ദീർഘപ്പൊരുത്തം വന്നല്ലോ, ഇങ്ങനെ എണ്ണി പോകുമ്പോൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്റെ നാള് ഭരണിയാണെങ്കിൽ തൻ്റെ 3, 5, 7 നാളിൽ വരുന്ന സ്ത്രീയെ വിവാഹത്തിനെടുക്കുന്നത് വളരെ നല്ലതാണ്. ഐശ്വര്യവതിയായിരിക്കും, നല്ല ദാമ്പത്യ ബന്ധം കിട്ടും, എല്ലാം കിട്ടും. ദീർഘപ്പൊരുത്തം കിട്ടുകയില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഈ നക്ഷത്രങ്ങൾ ദിവസവും ഓം യമായ നമ എന്ന, യമനാണല്ലോ നമ്മുടെ ദേവത, അപ്പോൾ ഓം യമായ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം ധർമ്മരാജായ നമ എന്ന മന്ത്രമോ പതിവായിട്ട് ചൊല്ലുന്നത് നിങ്ങൾക്ക് ഒരുപാട് ശ്രേയസ്കരമായിരിക്കും എന്ന് മനസ്സിലാക്കാം.